ആയി. ഇന്ന് നമുക്ക് പറയാനുള്ളത് മാവുകൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇത് ഒരു ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഞാൻ കുറച്ച് മുമ്പ്, ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. അത് 6 കൊമ്പ് ഞാൻ വെച്ച് പിടിപ്പിച്ചു, സയോൺ വെച്ച് പിടിപ്പിച്ചു. ഒരു 5 ഇഞ്ച് വലുപ്പത്തിൽ സയോൺ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുക. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മാവ് ഉണ്ടായിരിക്കും, ആ മാവുകളൊക്കെ കായ്ക്കാത്തതായിരിക്കും ചിലത് കായ്ച്ചാൽ തന്നെ നല്ല മാങ്ങകൾ കിട്ടിയില്ല. അങ്ങനത്തെ മാവുകളൊക്കെ നമ്മൾ മുറിച്ച് ഒരാളെ ഉയരത്തിൽ മുറിച്ച് കളഞ്ഞിട്ട് അത് സാപ്പൊക്കെ തേച്ച് കൊടുത്ത് അത് കേടുവരാതെ വെച്ചതിന് ശേഷം അന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ചെയ്യാം. നല്ല നല്ല കൊമ്പുകൾ സയോൺ വെച്ച് പിടിപ്പിക്കുക, ഒരു 5 ഇഞ്ച് വലുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കുക. ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് ഇപ്പോൾ 6 എണ്ണം വെച്ച് പിടിപ്പിച്ചതിൽ 3 എണ്ണം പോയി, 3 എണ്ണം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ കായ്ക്കും. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്ന നല്ല പരിപാടിയാണ്. പെട്ടെന്ന് തന്നെ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് മാവുകൾ കായ്പ്പിച്ചെടുക്കാം. ഇത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം, ചിലരൊക്കെ മറ്റേ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചെടുക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അടുത്തുള്ളവർക്കൊക്കെ മാത്രം ഇട്ടാ, ദൂരമുള്ളവർക്കൊന്നും പറ്റത്തില്ല. അതിന് പൈസ ഒന്നും തരും വേണ്ട. പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ വിളിച്ചോളി. നല്ലൊരു പരിപാടിയാണ്. അടുത്ത വർഷം രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് ശരിക്കും മാവ് കായ്പ്പിച്ചെടുക്കാം. നല്ല നല്ല മാങ്ങകൾ നമുക്ക് ഉണ്ടാകും ചെയ്യും. പുതിയ ഇനം മാങ്ങകൾ വെച്ച് പിടിപ്പിക്കാം. ഇത് നാംടോക്കിൻ്റെ ഒരു മാങ്ങ തയ്യാറ് വെച്ച് പിടിപ്പിച്ചതാണ് ഞാൻ. അതിൻ്റെ സയോൺ വെച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വിളിച്ചോളി, അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ. ഹലോ, ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പുകൾ, ചില്ലകൾ. നമ്മളൊരു 5 ഇഞ്ച് വലുപ്പത്തിൽ സയോൺ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ഇതിമ വെച്ച് പിടിപ്പിക്കുക. അത് വെച്ച് പിടിപ്പിച്ച് നല്ല ഭദ്രമായിട്ട് കെട്ടി സാഫൊക്കെ തേച്ച് കൊടുത്ത് ഭദ്രമായിട്ട് വെച്ച് കെട്ടി പിടിപ്പിച്ചാൽ നമുക്കൊരു അടുത്ത കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ മുകുളങ്ങൾ വരും. മുകുളങ്ങൾ വന്നാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായി സാഫൊക്കെ അടിച്ചു കൊടുത്ത് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് നല്ല നല്ല മാവുകൾ കായ്പ്പിച്ച് മാങ്ങകൾ ഉണ്ടാകുന്ന നല്ല നല്ല കൊമ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു കായ്ക്കാത്ത മാവായിരുന്നു. കായ്ക്കും വല്ലപ്പോഴൊക്കെ ഒരു കായ 2-4 മാങ്ങയൊക്കെ ഉണ്ടാകും. അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് ഭയങ്കര പുളിയൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഞാൻ വെട്ടിമുറിച്ച് കളഞ്ഞതാണ് ഒരു 3-4 മാസം മുമ്പ്. വെട്ടിമുറിച്ച് കളഞ്ഞിട്ടാണിത് മറ്റു മാവും തൈകൾ നല്ല കൊമ്പുകൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതായിട്ട് പിടിച്ചിട്ടുണ്ട്. അധികം വീടുകളിലുണ്ടാകും കായ്ക്കാത്ത മാവുകൾ. അല്ലെങ്കിൽ കായ്ച്ചാൽ തന്നെ അതിന് നല്ല മാങ്ങ ഉണ്ടാവില്ല. അങ്ങനെയുള്ള മാവുകളൊക്കെ മുറിച്ച് കളയട്ടാ. മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ 6 സയോൺ വെച്ച് പിടിപ്പിച്ച 6 കൊമ്പുകൾ വെച്ച് പിടിപ്പിച്ചാണ്. അതിൽ 3 എണ്ണം പോയി, ബാക്കി 3 എണ്ണം കറക്റ്റായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ പോയതിൽ തന്നെ ഞാൻ വേറെ വീണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും 1-2 ആഴ്ചക്കുള്ളിലായിട്ട് ഞാനത് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനത് അഴിച്ച് നോക്കും. അത് പിടിച്ചിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. അങ്ങനെ കായ്ക്കാത്ത മാവുകളിലൊക്കെ നമുക്ക് പലർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് കേട്ടോ. മോനെ സാഫ് എന്ന് പറയുന്ന സാധനം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒരു 2 മില്ലി എടുത്തിട്ട് 2 മില്ലിഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ അടിച്ചു കൊടുക്കണം. അതാണ് സാഫ്. ഇത് അടിച്ചു കൊടുത്താൽ ഒരുവിധം ഫംഗസും മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതേപോലെ തന്നെ നമ്മൾ കെട്ടിമോൾ എന്ന് പറഞ്ഞൊരു മാവ് തയ്യാൻ വെച്ചതാണ് എടുത്തത്. ഏറെക്കുറെ കായ്ക്കാനുള്ള ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്, നല്ലതായിട്ട് ഇലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുക. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി. വലിയ ചിലവൊന്നുമില്ല. 40 രൂപയുടെ പാക്കറ്റും കിട്ടുന്നുണ്ട്, 100 രൂപയുടെ പാക്കറ്റും കിട്ടും. 100 രൂപയുടെ പാക്കറ്റാണ് ഇത്, 100 ഗ്രാമാണ്. ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ഇതാണിത്. ഇത് മറ്റുള്ള ഈ മാവും തൈകൾക്കൊക്കെ ഫംഗസ് രോഗങ്ങളൊക്കെ വരുന്നതിനൊക്കെ നമ്മൾ എന്ത് തൈകളും ചെറിയ പച്ചക്കറി തൈകളൊക്കെ കുഴിച്ചിട്ട് അതിനൊക്കെ പറ്റും. ഇതിനൊക്കെ ഈ സാഹത്തിരി ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഒരു 2 മില്ലിഗ്രാം എടുത്തിട്ട് 2 ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ ഒരുവിധം ഫംഗസും അസുഖങ്ങളൊന്നും വരില്ല. പെട്ടെന്ന് കേട് വന്ന് പോവുകയൊന്നുമില്ല. കുറേ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ സാധനം. സാഫ് എന്ന് പറഞ്ഞ ഈ സാധനം. ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഇത് 40 രൂപയുടെ ഉണ്ട് ഒരു പാക്കറ്റ്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് 100 രൂപയാണ് തോന്നുന്നുണ്ട്. 100 രൂപയ്ക്ക് തന്നെ ഞാൻ മേടിച്ചത്. നല്ല ഒറിജിനൽ സാധനമാണിത്.